ഗുജറാത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ മാജിക് നമ്പറായ 45-ലെത്താൻ കോൺഗ്രസ് പഠിച്ച പണി 18 പയറ്റുകയാണ്. ശങ്കർ സിംഗ് വഗേലയുടെ കാലുമാറ്റം പ്രതീക്ഷിച്ചതെങ്കിലും റിസോർട്ടിലേക്ക് മാറ്റിയ 44-ൽ പലരെയും ഒപ്പം നിർത്താനാകാതെയാണ് കോൺഗ്രസ് പരാജയം മണക്കുന്നത്. വഗേല പക്ഷം ഉൾപ്പെടെ കോൺഗ്രസിലെ 9 MLA-മാർ ബൽവന്ത് സിംഗ് രജ്പുത്തിന് വോട്ട് ചെയ്തതായാണ് സൂചന. പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് എന്തിനു വോട്ട് നൽകണമെന്ന് ഗുജറാത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ശങ്കർ സിംഗ് വഗേല തുറന്നടിച്ചു. पुरानी कांग्रेस पार्टी को बार बार बताया कि राज्यसभा के लिए एमएलए के वोट की आवश्यकता होती है. हमारे एमएलए जा रहे हैं बीजेपी की ओर, रोकिए. तो कहा गया कि जाने दीजिए जिसको जाना है वो. NCPയുടെ കന്ദ്ലാൽ ജഡേജ BJPക്ക് വോട്ട് ചെയ്തപ്പോൾ മറ്റൊരംഗം ജയന്ത് പട്ടേൽ വോട്ട് നൽകിയത് കോൺഗ്രസിന്. ജനതാദൾ യുണൈറ്റഡിന്റെയും ഗോവ പരിവർത്തൻ പാർട്ടിയുടെയും ഓരോ അംഗങ്ങൾ BJPയെ പിന്തുണച്ചു. കണക്കിലെ കളികൾ സങ്കീർണമാകുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തറപറ്റിക്കാൻ അമിത്ഷായുടെയും വഗേലയുടെയും തന്ത്രങ്ങൾക്കാകുമോ എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കാം. ഗുജറാത്ത് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.